പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കേവർക്കും ഈ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഒരു ബുക്ക് ഹോൾ വീഡിയോ ആണ്. 2021 ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, പെരുമ്പാവൂർ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് കോട്ടയം, നമ്മൾ KSRTC ബസ്സിലാണ് വരുന്നത്. അപ്പോൾ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് ഈ ബസ് കയറിയ സമയത്ത് അവിടെ ഒരുപാട് പുസ്തകങ്ങൾ, അതായത് ഒരേ പുസ്തകത്തിൻ്റെ ഒരുപാട് കോപ്പികൾ ഇങ്ങനെ ആൾക്കാർക്ക്, ബസ്സിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിലൊരു ബുക്ക് എനിക്കും കിട്ടിയായിരുന്നു. അപ്പോൾ ആ ബുക്കുമായിട്ട് അതൊരു ആൾ ദൈവത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി അവർ അച്ചടിച്ചിട്ട് ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുന്ന ഒരു പുസ്തകമായിരുന്നു. അപ്പോൾ അത് കോട്ടയം ബസ് സ്റ്റാൻഡ് വെച്ച് എനിക്ക് കിട്ടുകയും ഞാനത് ഒരു വലിയ കാര്യം, ബുക്കല്ലേ, അപ്പോൾ അത് എനിക്ക് ഒരു വലിയ കാര്യം പോലെ ഞാനത് വാങ്ങിച്ചുകൊണ്ട് വന്നു. എനിക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാനിവിടെ ഒരു എന്താ പറയുക, നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷമായിരുന്നു അതൊരു ബുക്ക് ഹോൾ വീഡിയോ ആയിട്ട് ഇടുകയും ചെയ്യായിരുന്നു. അതായത് ബുക്ക് ഹോൾ വീഡിയോ എന്താ പറയുന്നത്, മൂന്നാമത്തെയോ രണ്ടാമത്തെയോ ബുക്ക് ഹോൾ വീഡിയോ ആണ്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഒന്നാമത്തെ വീഡിയോ കൊല്ലം ബുക്ക് ഫെസ്റ്റിവലിൽ നടത്തിയതാണ്. അതിന് ശേഷമുള്ളതോ അതിനുശേഷം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വീഡിയോ എന്ന് പറയുന്നത് ഈ ബുക്ക്, അതായത് എനിക്ക് കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നും ഫ്രീ ആയിട്ട് വിതരണത്തിലൂടെ കിട്ടിയ ബുക്കായിരുന്നു ആ സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത ഒരു ബുക്ക് ഹോൾ വീഡിയോ. അപ്പം ഇത് ഞാൻ പെരുമ്പാവൂർ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കോട്ടയം ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ട് വിതരണം ചെയ്തതാണ്. അപ്പോൾ ഇതിവിടെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, സെയിം ബുക്ക് വീണ്ടും ഒരു കോപ്പി കൂടി എനിക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ഇപ്രാവശ്യം എൻ്റെ അമ്മ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയി. സിസ്റ്ററിൻ്റെ വീട് എറണാകുളത്താണ്. അപ്പോൾ അവിടുന്ന് എറണാകുളത്ത് നിന്ന് വരുന്ന വഴിക്ക് ഇതേ കണക്ക് തന്നെ KSRTC ബസ്സിൽ വന്ന് കോട്ടയം ബസ് സ്റ്റാൻഡിൽ കയറിയതിന് ശേഷം അവിടെ വെച്ച് ഇത് ഒരു ബുക്ക് ഇങ്ങനെ ബുക്ക്, ഇവർക്ക് എന്താ പറയുക, അമ്മയ്ക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇതെന്തുവാണ്. ഒരു പുസ്തകം ഇങ്ങനെ 10 രൂപ നിരക്കിൽ വിൽക്കുന്നു, വലിയ കട്ടിയുള്ള പുസ്തകം 10 രൂപ നിരക്കിൽ വിൽക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു പുസ്തക പ്രേമിയൊക്കെ ആയതുകൊണ്ട് അമ്മ വിചാരിച്ച് 10 രൂപയല്ലേ ഉള്ളൂ, വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നു. അപ്പം ഞാനിത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇത് ആൾറെഡി ഇവിടെ ഒരു കോപ്പി ഉള്ള ബുക്കാണ്, ഇത് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെയാണ്, ഒരു ആൾ ദൈവത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി അവർ ഇറക്കുന്ന ഒരു ബുക്കാണ് എന്ന് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ ആ ബുക്കാണ് എന്താ പറയുന്നത് ഇന്ന് കാണിക്കുന്നത്. അതായത് ആൾറെഡി എൻ്റെ കയ്യിൽ ഒരു കോപ്പി എനിക്ക് പണ്ട് 2021 ഫ്രീ ആയിട്ട് കിട്ടിയ പുസ്തകം ഇപ്രാവശ്യം എൻ്റെ അമ്മ ഈ 10 രൂപയ്ക്ക് വീണ്ടും അതേ ബുക്കിൻ്റെ ഒരു കോപ്പി വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുന്നത്, ഈ 2025 ആദ്യത്തെ ബുക്ക് ഹോൾ വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കൂടെ ഈ ബുക്കിന് കിട്ടിയിരിക്കുകയാണ്. ബുക്കിൻ്റെ പേര് ജ്ഞാനഗംഗ എന്നാണ്. നിങ്ങൾ പലരും ഈ ബുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ തന്നെ ഈ ബുക്ക് എൻ്റെ കയ്യിൽ 2021 കിട്ടുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും ഈ ജ്ഞാനഗംഗ എന്നുള്ള ബുക്ക് പല സ്ഥലങ്ങളിലും ഇങ്ങനെ എന്താ, നമ്മളിപ്പോൾ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലോ ഒക്കെ പോകുമ്പോൾ ഓരോ കോപ്പി ചെയ്തോ അവിടെ എല്ലാവരും ഇങ്ങനെ ഓരോന്നോരോന്ന് കൊണ്ടു കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ മാത്രമല്ല പല ഓട്ടോ ഡ്രൈവർമാരുടെയും ഒക്കെ കയ്യിലൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, ജംഗ്ഷനിൽ, അതായത് കെട്ടുകണക്കിന് ഇതുപോലത്തെ പുസ്തകം കെട്ടുകണക്കിന് പ്രിന്റ് ചെയ്ത് എന്താ പറയുക ഫ്രീ ആയിട്ട് വിതരണം ചെയ്യലായിരുന്നു ഒരു സമയത്ത് പണി. അപ്പോൾ ഇപ്രാവശ്യം ഇത് 10 രൂപയ്ക്കാണ് വിറ്റത്. പിന്നെ ഇത് കൂടാതെ ഇതിൻ്റെ ഒറിജിനൽ വില, ജ്ഞാനഗംഗ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ ഒറിജിനൽ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു ആൾ ദൈവത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇറക്കുന്ന ഒരു ബുക്കായതുകൊണ്ട് തന്നെ എന്താ പറഞ്ഞാൽ അതിന് കൂടുതൽ ആൾക്കാർ ഇത് പർച്ചേസ് ചെയ്യാനും ആൾ ദൈവത്തിൻ്റെ ഐഡിയാസ് മനസ്സിലാക്കാനും വേണ്ടി അവർ 20 രൂപയ്ക്കാണ് ഇതിൻ്റെ ഒറിജിനൽ വില തന്നെ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഭക്തർ മാത്രമേ എന്താ പറയുക 20 രൂപയ്ക്ക് അത് വാങ്ങത്തുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കൺവെൻഷനോ അതിനൊക്കെ പോകുമ്പോൾ അവിടെ ഇതേ കണക്കുള്ള കൺവെൻഷൻ പുസ്തകങ്ങളൊക്കെ വളരെ വില കുറച്ച് കൺവെൻഷനുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങളൊക്കെ കൊടുക്കും. ഇപ്പോൾ ബൈബിൾ തന്നെ വളരെ വില കുറച്ച് സബ്സിഡൈസ് ചെയ്താണ്. അതായത് എന്താ പറഞ്ഞാൽ ഒരു നോവലിൻ്റെ ഒന്നും പ്രൈസ് ഇല്ല ഒരു ബൈബിൾ എന്താ പറഞ്ഞാൽ കമ്പയർ ടു അതിൻ്റെ സൈസ് വെച്ചിട്ട് വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ബൈബിളൊക്കെ നമുക്ക് സബ്സിഡൈസ് ചെയ്തിട്ടാണ് ക്രിസ്ത്യൻസിനൊക്കെ കിട്ടുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള ഇതുപോലെ ഈ ആൾ ദൈവത്തിൻ്റെതും അതുപോലെ സബ്സിഡൈസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ്. ഒരു കോപ്പിക്ക് 20 രൂപയുള്ള വില. ഇത് 10 രൂപയ്ക്ക് എനിക്ക് ഫ്രീ ആയിട്ടാണ് 2021 കിട്ടിയത്. 10 രൂപയ്ക്ക് എൻ്റെ അമ്മ വാങ്ങിച്ചിട്ട് വന്നിരിക്കുകയാണ് ജ്ഞാനഗംഗ. ഇതാണ് ആ ആൾ ദൈവത്തിൻ്റെ ഫോട്ടോ, അദ്ദേഹമാണ് ആ ആൾ ദൈവം. ഇതിൻ്റെ പേര് ഞാനൊന്ന് വായിക്കാം. തത്വദർശി സന്ത് ശ്രീ രാംപാൽ ജി മഹാരാജ്. സത്വദർശി സന്ത് ശ്രീ രാംപാൽ ജി മഹാരാജ്. ഇഷ്ടംപോലെ പൈസ ഇദ്ദേഹം ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്. ജ്ഞാനഗംഗ എന്നാണ് ഇതിൻ്റെ ബുക്കിൻ്റെ പേര്. സബ് ടൈറ്റിൽ എന്ന് പറയുന്നത്, ജീവരാശിയാണ് നമ്മുടെ വംശം, മാനവികതയാണ് നമ്മുടെ മതം, ഹിന്ദു മുസ്ലിം സിഖ് ക്രിസ്ത്യൻ എന്നിങ്ങനെ വ്യത്യാസമായ മതങ്ങളില്ല. അങ്ങനെ ഇതാണ് എൻ്റെ സബ് ടൈറ്റിൽ. അപ്പോൾ ഇത് കൂടുതൽ അറിയാൻ വേണ്ടി അതായത് ആൾ ദൈവത്തിൻ്റെ ഐഡിയാസ് അറിയാൻ വേണ്ടി പുസ്തകം വായിക്കാവുന്നതാണ്. ഈ ബുക്ക് ഞാൻ 2021 ഹോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, ഇതെനിക്ക് പുസ്തകം എന്ന രീതിയിൽ എനിക്ക് ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിത് തീർച്ചയായും എൻ്റെ ഷെൽഫിൽ സൂക്ഷിച്ചു വെക്കും. പക്ഷേ വായിക്കാൻ സാധ്യത വളരെ കുറവുള്ള ബുക്കാണ്. കാരണം എനിക്ക് അങ്ങനെ ഉള്ള
നമ്മുടെ ഉള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ വായിക്കാറില്ല, മതപരമായ കാര്യങ്ങൾ വായിക്കാറില്ല. അപ്പോഴാണ് ഇനി പുതിയ ഇതെന്നുള്ളത് കൊണ്ട് നമ്മൾ അന്നത്തെ ഹോളിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ബുക്ക് എന്ന രീതിയിൽ പുസ്തകങ്ങളെ വളരെ റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഷെൽഫിൽ മറ്റ് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഈ ബുക്കും കാണും, പക്ഷേ വായിക്കാൻ സാധ്യത കുറവാണെന്ന് പറയുന്നുണ്ടായി. അതേ കാര്യം തന്നെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ബട്ട് ഇത് എന്താ പറയുക, എനിക്ക് മറ്റൊരു കോപ്പി സെയിം, അതായത് ഈ ബുക്കിൻ്റെ മറ്റൊരു കോപ്പി ആൾറെഡി എൻ്റെ ഇരിപ്പുണ്ട്, പ്ലസ് ഒരു കോപ്പി കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബ്ലർബിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ബ്ലർബിൽ കുറേ ചോദ്യങ്ങളാണ് ഇതിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ഈ ബുക്കിലുണ്ട് എന്ന രീതിയിലാണ് എൻ്റെ ഒരു ഫോർമാറ്റ് പോകുന്നത്. അപ്പം ചോദ്യങ്ങളാണ്, ഒരു 13 ചോദ്യങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 13 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ വായിക്കാം. അപ്പോൾ ഈ 13 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും മറ്റനേകം ചോദ്യങ്ങൾക്ക് ഉത്തരവും ഈ ബുക്കിലുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ബ്ലർബിലുള്ള ചോദ്യങ്ങൾ വായിക്കാം. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ഇവരുടെ മാതാവും പിതാവും ആരാണ്? രണ്ടാമത്തെ ചോദ്യം, ശ്രീ ദുർഗാദേവിയുടെ പതി ആരാണ്? 3, നമുക്ക് ജന്മം തരുവാനും അഥവാ മൃത്യു വിധിക്കാനുമുള്ള സ്വാർത്ഥ താല്പര്യം ഏത് പ്രഭുവിനാണുള്ളത്? നാം എല്ലാ ദേവീദേവന്മാരുടെയും ഇത്രയധികം ഭക്തി ചെയ്തിട്ട് പോലും എന്തുകൊണ്ട് ഈ ദുഃഖം അനുഭവിക്കുന്നു? അതൊരു ചോദ്യം തന്നെ. 5ാമത്തെ ചോദ്യം, ബ്രഹ്മ, വിഷ്ണു, ശിവൻ അവർ ആരുടെ ഭക്തിയാണ് ചെയ്യുന്നത്? 6, പൂർണ്ണമായ ഗുരുവിനെ എങ്ങനെ മനസ്സിലാക്കാം, കൂടാതെ പൂർണ്ണ മോക്ഷം എങ്ങനെ ലഭിക്കും? 7, പരമാത്മാവ് സകാരമാണോ അതോ നികാരമാണോ ഇല്ലയോ? 8, ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ ശരണത്തിൽ പോയാൽ മുക്തി സംഭവമാണോ ഇല്ലയോ? 9, തീർത്ഥാടനം, വ്രതം, തർപ്പണം, ശ്രാദ്ധം കൊണ്ട് ലാഭം ഉണ്ടാക്കുന്നതാണോ ഇല്ലയോ? 10, ശ്രീകൃഷ്ണൻ കാലനല്ലായിരുന്നു, പിന്നെ ഗീതയിലുള്ള കാലൻ ആരാണ്? അത് കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നവർക്ക് ആ ചോദ്യം പിടിയിട്ടു. എനിക്കറിയാം, എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ശ്രീകൃഷ്ണൻ കാലനല്ലായിരുന്നു, പിന്നെ ഗീതയിലുള്ള കാലൻ ആരാണ്? അതാണ് 10ാമത്തെ ചോദ്യം. 11, പൂർണ്ണ പരമാത്മാവ് ആരാണ്, കൂടാതെ അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു, എങ്ങനെ ലഭിക്കും, ആരാണ് കണ്ടിരിക്കുന്നത്? 12ാമത്തെ ചോദ്യം, സമാധി അഭ്യാസം അഥവാ മെഡിറ്റേഷൻ. റാം, ഹരേ കൃഷ്ണ, ഹരി, ഓം, ഹംസ് 3 അഥവാ 5 നാമങ്ങൾ കൂടാതെ വഹേ, ഗുരു, ആദി നാമങ്ങളുടെ ജപത്താൽ സുഖവും മുക്തിയും സംഭവമാണോ ഇല്ലയോ? അതൊരു വല്ലാത്ത നീളത്തിലുള്ളൊരു ചോദ്യമാണ്. 13, വർത്തമാനത്തിൽ പ്രസിദ്ധമായ ഭവിഷ്യ വക്താക്കളുടെ അഭിപ്രായത്തിൽ ഈ മഹാനായ ഗുരു ആരാണ്? അങ്ങനെയാണ് ബ്ലർബ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പുസ്തകം തപാലിൽ സൗജന്യമായി ലഭിക്കുവാൻ വേണ്ടി നിങ്ങളുടെ പേര്, പൂർണ്ണവിലാസം, പിൻകോഡ്, മൊബൈൽ നമ്പർ, സ്റ്റേറ്റ്, ഭാഷ, ഇംഗ്ലീഷ്, മലയാളം എന്നിവ എഴുതി 8888-4160-534 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ SMS അയക്കുകയോ ചെയ്യുക. ഒന്നുകൂടെ വായിക്കാം, 8888-4060-534 ആ നമ്പറിലോട്ട് നിങ്ങൾ നിങ്ങളുടെ മേൽവിലാസം വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുക്കം ഫ്രീ ആയിട്ട് തപാലിൽ കിട്ടും. അല്ലാത്ത നേരിട്ട് അവരുടെ സെൻറ്ററിലൊക്കെ പോയി വാങ്ങിക്കുവാണെങ്കിൽ 20 രൂപയാണ്. കൂടാതെ ഇത് ഇങ്ങനെ സൗജന്യമായിട്ടാണ് പണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 10 രൂപയ്ക്കാണിത് വിറ്റത്. ഇതെൻ്റെ അമ്മ 10 രൂപയ്ക്ക് വാങ്ങിയിട്ട് വന്ന ബുക്കാണ് ജ്ഞാനഗംഗ. ആൾറെഡി എൻ്റെ ഒരു കോപ്പിയുണ്ട്, പ്ലസ് ഇപ്പോൾ ഒരു പുതിയ കോപ്പി കൂടി. അപ്പോൾ പുസ്തകങ്ങളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ബുക്ക് ഷെൽഫിൽ സേഫ് ആയിരിക്കും. അപ്പോൾ ജ്ഞാനഗംഗ ഇതാണ് 2025 ആദ്യത്തെ ബുക്കുകളാണ്. ഈ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് എവർക്കും നന്ദി.